4 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി വിട്ടുനൽകി ഹമാസ്. ഹമാസ് ബന്ദികളാക്കി 28 പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതുവരെ ഗാസയിലേക്കുള്ള സഹായം നിയന്ത്രിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് പെട്ടെന്നുള്ള നീക്കം. ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരാകരിക്കുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് 4 ബന്ദികളുടെ കൈമാറ്റമുണ്ടായത്. ഹമാസ് കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തമീർ നിമ്രോഡി, എയ്റ്റൻ ലവി, യൂരിയൻ ബറൂച്ച് എന്നിവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. 4ാമത്തെ മൃതദേഹം തിരിച്ചറിയാൻ ശ്രമം തുടരുകയാണ്. ഹമാസ് കൈമാറിയ 4ാമത്തെ മൃതദേഹം പലസ്തീനയുടേതാണെന്ന് വിലയിരുത്തിയിട്ടുണ്ടെങ്കിലും IDFO പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നും അതിനാൽ ബന്ദികളാക്കിയ 28 പേരുടെ മൃതദേഹങ്ങൾ തിരികെ ലഭിക്കുന്നതുവരെ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കൻ അതിർത്തി തുറക്കുന്നത് വൈകിപ്പിക്കാനും തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഹമാസ് ഭീകരരുടെ വിശദീകരണം. ആയുധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലും ഹമാസ് ഭീകരർ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഹമാസ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹമാസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ US വേഗത്തിലുള്ളതും ഒരുപക്ഷെ അക്രമാസക്തവുമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മില്ലിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. ആയുധം ഉപേക്ഷിക്കണമെന്ന കരാറിൽ നിന്ന് ഹമാസ് പിന്നോട്ടു പോയതായി പ്രചരിച്ച സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹമാസുമായി തന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിച്ചെന്നും അവർ ആയുധം ഉപേക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.